2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് ഓരോ സംസ്ഥാനത്തു നിന്നും ഞെട്ടിപ്പിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വരുന്നത്. ബിജെപിയുടെ നീക്കം ഭൂരിപക്ഷം സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യം തരുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ബിജെപിയുടെ ഗ്രൗണ്ട് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ 48 സീറ്റ് ഉണ്ട്. അതിൽ കഴിഞ്ഞ വർഷം ബിജെപി 23 സീറ്റും പിടിച്ചെടുത്തിരുന്നു. NDA ആണെങ്കിൽ 41 സീറ്റും ശിവസേന 18 സീറ്റും നേടിയിരുന്നു. എന്നാൽ ഇത്തവണ ബിജെപി 28 സീറ്റിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ബിജെപിക്ക് ഇത്തവണ 23 സീറ്റുകൾ നിലനിർത്താൻ ആകില്ല എന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് 6 മുതൽ 8 സീറ്റുകൾ വരെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേതാണ് പശ്ചിമ ബംഗാൾ. കഴിഞ്ഞ തവണ ബിജെപി 18 സീറ്റുകൾ ഇവിടെ നേടിയിരുന്നു. എന്നാൽ ഇത്തവണ ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് അവിടെ നിന്നുള്ള ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് ഉള്ളത്. മാത്രമല്ല പുതുതായി കുറച്ച് സീറ്റുകൾ പിടിച്ചെടുക്കാനും സാധിക്കും. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ആഞ്ഞു പിടിച്ചാൽ ബിജെപിക്ക് 3 സീറ്റ് നഷ്ടപ്പെടാനും സാധ്യത ഏറെയാണ്. ഇനി നോക്കുകയാണെങ്കിൽ ബീഹാർ 40 സീറ്റിൽ കഴിഞ്ഞ തവണ ബിജെപി 39 സീറ്റും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഹാട്രിക് ലക്ഷ്യമിട്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ഇക്കുറി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള NDA നീക്കത്തിൽ നിർണായകമാകുക ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റുകൾ തന്നെയാകും. അതിൽ ബീഹാറും ഒരു പങ്ക് വഹിക്കുന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി ഉള്ളത്. എന്നാൽ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് അവിടെ 3 മുതൽ 5 സീറ്റുകൾ വരെ ബിജെപിക്ക് നഷ്ടപ്പെടാം എന്നാണ് കരുതുന്നത്. ഇനി 29 സീറ്റുള്ള മധ്യപ്രദേശ്. ഇവിടെ കഴിഞ്ഞ വർഷം 28 സീറ്റ് നേടിയത് ബിജെപി തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ കോൺഗ്രസിന് സീറ്റ് കൂടുതൽ ലഭിക്കുമെന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം 50 സീറ്റ് പോലും പിടിക്കാൻ സാധിക്കില്ല എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന് 10 സീറ്റെങ്കിലും കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ കർണാടകയിലെ ബിജെപി കലഹം തന്നെയാണ് കോൺഗ്രസിന് വഴിത്തിരിവ് ആകുന്നത്. നിലവിൽ സംസ്ഥാനത്തേക്കുള്ള പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി ബിജെപിയുടെ കർണാടക ഘടകത്തിൽ നേരത്തെ തർക്കങ്ങളുണ്ടായിരുന്നു. അടുത്തത് ഗുജറാത്താണ്. നിലവിൽ ബിജെപിക്ക് അവിടെ സീറ്റ് നിലകൾ കൂട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല ബിജെപി നേതാക്കൾ കോൺഗ്രസിൽ വരുന്ന ഒരു കാഴ്ചയുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബിജെപിക്ക് വലിയ പ്രതീക്ഷ ഇല്ല എന്ന് വേണം പറയാൻ. ഇനി രാജസ്ഥാനിൽ കുറഞ്ഞത് ഒരു 5 സീറ്റെങ്കിലും കോൺഗ്രസിന് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവിടെയുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ 4 സീറ്റാണ് ബിജെപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന്റെ ഒരു വളർച്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് 1 മുതൽ 2 സീറ്റ് വരെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. 14 സീറ്റുള്ള ജാർഖണ്ഡ് ആണ് അടുത്തത്. അവിടെയും കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന സാഹചര്യത്തിൽ ബിജെപിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അവിടെ 2 മുതൽ 3 സീറ്റ് വരെ ബിജെപിക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. 13% വോട്ട് നേടിയ ബിജെപി 8 സീറ്റിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 1 സീറ്റ് നേടിയ ബിജെപി 2019 ആകുമ്പോഴത്തേക്കും നില മെച്ചപ്പെടുത്തി സീറ്റുകളുടെ എണ്ണം 4 ആക്കി ഉയർത്തിയിരുന്നു. ഇത്തവണ സംസ്ഥാന ഭരണം പിടിച്ചതോടെ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇനി ബിജെപിക്ക് 4 സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടം കൊയ്ത YRS കോൺഗ്രസ് ആയിരുന്നു. 25ൽ 22 സീറ്റും പിടിച്ചെടുത്തത്. TDPക്ക് 3 സീറ്റാണ് ലഭിച്ചത്. കോൺഗ്രസിനും ബിജെപിക്കും സീറ്റൊന്നും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 49.89% വോട്ടാണ് YRS കോൺഗ്രസിന് ലഭിച്ചത്. 40% TDPക്കും ബിജെപിക്കും 1% താഴെ മാത്രം വോട്ടാണ് ലഭിച്ചത്. ഇത്തവണയും അത് തുടരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇനി അവസാനത്തേതാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് അവിടെ ഒരു സീറ്റ് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഡൽഹിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അറസ്റ്റിലായതോടെ അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം ആണ് ഇന്ത്യ മുന്നണിയും മറ്റു പാർട്ടികളും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് അവിടെ ഒരു സീറ്റ് നില ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അസാധ്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഈ ഒരു നീക്കം എങ്ങനെയായിരിക്കുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മാത്രമല്ല കെജ്രിവാൾ അറസ്റ്റിലായതോടെ എല്ലാ പാർട്ടികളും ഒന്നിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഡൽഹിയിലുള്ളത്. ഈ ഒരു 10 സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ബിജെപിക്ക് സീറ്റുകൾ കുറയുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ എണ്ണം ഒരു 45 മണ്ഡലം അല്ലെങ്കിൽ 45 സീറ്റെങ്കിലും കുറയുമെന്നാണ് ഒരു കണക്കുകൂട്ടലുകൾ പറയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബിജെപി ഇത്തവണ വീഴുമോ അതോ വാഴുമോ എന്ന് കാത്തിരുന്ന് കാണാം.